ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ നോർമൽ മെഷീൻ ത്രെഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മുടെ ബ്ലൗസിൽ, ഇവിടെ ഞാൻ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് വെച്ച ബ്ലൗസാണ്, ഓൾറെഡി ഹുക്ക് വെപ്പിച്ചിട്ടുണ്ട്. ഈ ഹുക്കിന് ചേർന്നിട്ടുള്ള ഹോള് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നാണ് ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പം നമുക്ക് തുടർന്ന് വീഡിയോ കാണാം. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് തുടർന്ന് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ഒന്ന് കണ്ടിട്ട് വരാം. അതിനായിട്ട് ഒരു ഇഴയല്ല 2 ഇഴ ചേർത്ത് കോർത്തെടുക്കുക, എന്നിട്ട് കെട്ടിട്ട് വെക്കുക. കാരണം ഇങ്ങനെ കുറച്ച് കട്ടിയിൽ കോർത്തെടുത്താൽ മാത്രമാണ് നമ്മൾ തുന്നിയെടുത്ത് കഴിഞ്ഞാൽ നല്ല കട്ടിയിൽ അത് നിൽക്കുകയുള്ളൂ. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഹുക്ക് എവിടെയാണ് ഹുക്ക് വെച്ചിരിക്കുന്ന ഭാഗം നോക്കി കറക്റ്റായിട്ട് അളവെടുത്ത് ഇങ്ങനെ വെച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഭാഗത്താണ് ഹോള് വേണ്ടത്. കറക്റ്റായിട്ട് അളവെടുത്ത് അതിനുശേഷം സൂചി താഴ്ത്തുന്ന കൊണ്ടുവരിക. പിന്നെ മെല്ലെ മുകളിലേക്ക് എടുത്ത് തൊട്ട് മുകളിലായിട്ട് നേരെ താഴ്ത്തുക. വീണ്ടും അതേപോലെ തന്നെ നേരെ താഴെ എവിടെയാണോ നമ്മൾ തുടങ്ങിയത് അവിടെ തന്നെ താഴ്ത്തിയെടുക്കുക. അതേ സ്ഥാനത്ത് തന്നെ. അതിനുശേഷം ഇങ്ങനെ തുടർച്ചയായി 3 വട്ടമോ അല്ലെങ്കിൽ 4 വട്ടമോ തുടർച്ചയായിട്ട് ചെയ്യാം. ഇത് കുറച്ച് കട്ടിയിൽ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ഹുക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ ഹോള് വലിഞ്ഞു നിൽക്കാതെയും പിന്നെ പൊട്ടിപ്പോവാതെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഭാഗത്ത് നല്ല ബലത്തിൽ ഉണ്ടായാൽ മാത്രമാണ് ഇത് നമുക്ക് കറക്റ്റായിട്ട് ഹുക്കിലിടുമ്പോൾ നിൽക്കുകയുള്ളൂ. ഇങ്ങനെ ചെയ്തു പോരുക. ഇതിപ്പോ ഏകദേശം നല്ലൊരു വണ്ണത്തിൽ എത്തിക്കഴിഞ്ഞു. അതിനുശേഷം വീണ്ടും സൂചി താഴ്ത്തുനിന്ന് മുകളിലേക്ക് എടുത്ത് കറക്റ്റ് സ്ഥലത്ത് തന്നെ എടുക്കണം. ശേഷം ഇങ്ങനെ ചെരിച്ച് പിടിച്ച് ഈ ഹോൾ നമ്മളിപ്പോ നേരെ ചെയ്തില്ലേ ആ സ്റ്റിച്ചിൽ മാത്രം ഉള്ളിലൂടെ സൂചി എടുക്കുക. തുണിയുടെ ഉള്ളിലൂടെ അല്ല. ഇങ്ങനെ എടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് ചുറ്റാം. ഈ സൂചിനെ ഇങ്ങനെ ചുറ്റാം. ഇങ്ങനെ ടൈറ്റ് ആക്കുക. അതിനുശേഷം വീണ്ടും ആ ത്രെഡിലൂടെ മാത്രമേ പോവാൻ പാടുള്ളൂ. വീണ്ടും ഇങ്ങോട്ട് നൂല് ഇങ്ങോട്ടാക്കി തിരിച്ച് ഇങ്ങനെ ചെയ്യാം. കറക്റ്റായിട്ട് ചെയ്തു പോയാൽ ഇതൊരു ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ്. ഇങ്ങനെ തുടർച്ചയായിട്ട് ചെയ്തു പോരണം. അടുപ്പിച്ച് ചെയ്തു പോരണം. ചെയ്തു കഴിഞ്ഞാൽ കണ്ടോ നല്ല വൃത്തിയുള്ള ഒരു സ്റ്റിച്ച് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതാണ് നമ്മളിവിടെ ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇത് ക്ലോത്തിൽ തട്ടാൻ പാടില്ല, മറിച്ച് ആ ത്രെഡിൽ മാത്രമേ തട്ടാൻ പാടുള്ളൂ. ഇങ്ങനെ ചുറ്റിപ്പോരണം. ഇങ്ങനെ ചെയ്തു നോക്കണം. ഹോളില് ഉള്ളിലേക്ക് ക്ലോത്തിലേക്ക് തട്ടാൻ പാടില്ല. ഈ
ഈ ഒരു സൈഡിൽ നിന്ന് തുടങ്ങി അടുത്ത സൈഡ് വരെ കറക്റ്റായിട്ട് എത്തിച്ച് ഈ അരികിൽ എത്തിക്കഴിഞ്ഞാൽ നേരെ താഴത്തേക്ക് ആക്കി കെട്ടിടുക. ഇപ്പൊ കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള ഹോള് കിട്ടിക്കഴിഞ്ഞു. ഇപ്പൊ നല്ല ഭംഗിയുള്ള ഹോൾ കിട്ടിക്കഴിഞ്ഞു. താഴത്തേക്കാക്കി കെട്ടിടുക. ശേഷം കോർത്ത് കഴിഞ്ഞാൽ അതവിടെ ഇറുക്കത്തിലിരിക്കും. ത്രെഡ് അവിടെ പൊട്ടുകയില്ല, ലൂസ് ആവുകയില്ല. നല്ല ഭംഗിയിൽ ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയായി നമുക്ക് ചെയ്യാവുന്ന ഒരു സ്റ്റിച്ചും കൂടിയാണിത്. ബ്ലൗസിലൊക്കെ നമുക്ക് ഹുക്കിന് വേണ്ടിയുള്ള ഹോള് പിടിപ്പിക്കാനുള്ള ഒരു സ്റ്റിച്ചാണിത്. എല്ലാവരും ട്രൈ ചെയ്യണം. എൻ്റെ വീഡിയോ ആദ്യം കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.